ഹായ് ഗായ്സ്, ബിഗ് ബോസ് മലയാളം സീസൺ 6 വോട്ടിങ്ങിൻ്റെ അവസാന മണിക്കൂറിലേക്ക് നമ്മൾ അടുത്തിരിക്കുകയാണ്. നമ്മളിന്ന് വെള്ളിയാഴ്ച രാത്രി 11 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നോക്കാൻ പോകുന്നത്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, ഏകദേശം 1 മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ വോട്ടിംഗ് സ്ലോട്ട് ക്ലോസ്ഡ് ആവാൻ. ഏതായാലും സിബിനെ നമ്മുടെ വോട്ടിംഗ് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതേതായാലും ഒരു നല്ലൊരു കാര്യമാണ് ഏഷ്യൻ്റെ കാര്യം ചെയ്ത്. എന്തായാലും നാളത്തോടു കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആരാണ് പുറത്തായെന്ന്. അങ്ങനെ വ്യക്തമായ ഉത്തരം ലഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യില്ല, ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. എന്തായാലും ഇന്ന് രാത്രി 11 മണി വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം പൊസിഷൻ ജിൻഡോ ആണ്. ജിൻഡോ 100% സേഫാണ്. 1,65,300 വോട്ടാണ് നേടിയിരിക്കുന്നത്. മറ്റു മത്സരാർത്ഥികളിൽ നിന്ന് ബഹുദൂരം മുന്നിലേക്ക് പോയൊരു മത്സരാർത്ഥിയാണ് വോട്ടിങ്ങിൻ്റെ തുടക്കം മുതലേ. ഇപ്പോൾ ഒന്നാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. രണ്ടാം പൊസിഷനിൽ അഭിഷേകാണുള്ളത്. അഭിഷേക് നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടെ ജിൻഡോയുടെ അടുത്തെത്താനൊന്നും സാധിച്ചിട്ടില്ല. എന്നാലും 10,20,000 വോട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ 1,22,350 വോട്ട് നേടി രണ്ടാം പൊസിഷൻ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് അഭിഷേക്. മൂന്നാം പൊസിഷനിൽ ജാസ്മിനാണുള്ളത്. ജാസ്മിൻ നല്ലൊരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിലും 6 7 ഒന്നും പോകാണ്ട് 3 4 സ്ഥാനങ്ങളിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ 1,21,100 വോട്ട് നേടി മൂന്നാം പൊസിഷൻ നിലനിർത്തിയിട്ടുണ്ട്. നാലാം പൊസിഷനിൽ അർജുനാണുള്ളത്. അർജുൻ തുടക്കത്തിൽ ഏറ്റവും പിന്നിലായിരുന്ന മത്സരാർത്ഥിയായിരുന്നു. പിന്നീട് പതുക്കെ കയറി വരുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ 1,21,007 വോട്ട് നേടി തൊട്ടു പിന്നാലെ ജാസ്മിൻ്റെ തൊട്ടു പിന്നാലെ നാലാം പൊസിഷനിൽ തുടരുകയാണ്. അഞ്ചാം പൊസിഷനിലേക്ക് അവസാന മണിക്കൂറിൽ അട്ടിമറി നടത്തി നമ്മുടെ അപ്സര കയറി വന്നിരിക്കുകയാണ്. സായിനെ അട്ടിമറിച്ചുകൊണ്ടാണ് 6ാം പൊസിഷനിൽ നിന്ന് അട്ടിമറി നടത്തി 5ാമത്തെ പൊസിഷനിലേക്ക് കയറി വന്ന് സേഫായിരിക്കുന്നത്. 6ാം പൊസിഷനിൽ സായി തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയൊരു വോട്ടിന് വ്യത്യാസത്തിലാണ് തള്ളപ്പെട്ടിരിക്കുന്നത്. അപ്സരമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ സായിക്ക് 6ാം പൊസിഷനിലേക്ക് വീഴേണ്ടി വന്നു. 1,08,850 വോട്ട് നേടി 6ാം പൊസിഷനിലാണുള്ളത്. 7ാം പൊസിഷനിൽ അൻസിബയാണ് തുടരുന്നത്. അൻസിബ ഏകദേശം സേഫാണെന്ന് പറയാം. 89,700 വോട്ട് നേടിയാണ് അൻസിബ 7ാം പൊസിഷനിൽ സേഫായി നിലകൊള്ളുന്നത്. 8ാം പൊസിഷനിൽ നോറയാണ് തുടരുന്നത്. നോറ തുടക്കത്തിൽ ഒരു പിന്നോക്കാവസ്ഥയിലാണെങ്കിലും ഇപ്പോഴും ഒരു ഡേഞ്ചർ സോണിൽ തന്നെയാണ്. ഇനി വരുന്ന മണിക്കൂറിലെ വോട്ടിംഗ് വളരെ നിർണ്ണയമാണ്. 84,608 വോട്ട് നേടിയാണ് 8ാം പൊസിഷനിലുള്ളത്. 9ാം പൊസിഷനിൽ തൊട്ടു പിന്നാലെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി നമ്മുടെ അഭിഷേക് ജയദേവ് ഉണ്ട്. 83,426 വോട്ട് നേടിയാണ് അഭിഷേക് ജയദേവ് 9ാം പൊസിഷനിൽ കയറി വന്നിരിക്കുന്നത്. 10ാം പൊസിഷനിൽ നന്ദനയാണ്. ഇത്തവണ പുറത്തു പോകാൻ സാധ്യത കൽപ്പിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു നന്ദന. എന്നാൽ സിബിൻ പുറത്തു പോയതിന് ശേഷം ചെറിയൊരു വോട്ടിംഗ് മുന്നേറ്റം നടത്തി റസ്മിനെ അട്ടിമറിച്ചുകൊണ്ട് 11ാം പൊസിഷനിലേക്ക് കയറി വന്ന മത്സരാർത്ഥിയാണ് നന്ദന. പക്ഷേ നന്ദനയുടെ കാര്യം ഡേഞ്ചറിലാണെന്ന് പറയാം. കാരണം ഇഞ്ചോടിഞ്ച് മത്സരമാണ് ലാസ്റ്റ് നിൽക്കുന്ന 10ഉം 11ഉം 12ഉം കാഴ്ചവെച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും 10ാം പൊസിഷനിലാണ് ഉള്ളത്. 11ാം പൊസിഷനിൽ റസ്മിനാണുള്ളത്. 11ാം പൊസിഷനിലുള്ള റസ്മിൻ ഇപ്പോൾ 82,005 വോട്ടുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നന്ദനമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന 1 മണിക്കൂറിലെ വോട്ടിംഗ് വളരെ നിർണായകമാണ് ഇവർക്ക് രണ്ടുപേർക്കും. അതുവരെയും ടാറ്റ.